ദിലീപ് മുതൽ മാങ്കൂട്ടത്തിൽ വരെ ജഡ്ജി അമ്മാവനെ തേടിയെത്തുന്നത് നിരവധി പേർ. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തുള്ള ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രം. ഇങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ ആളുകൾക്ക് മനസ്സിലാവില്ല. ജഡ്ജി അമ്മാവൻ കോവിൽ എന്ന് പറഞ്ഞാലാകും കൂടുതൽ മനസ്സിലാകുക. രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഏറ്റവും ഒടുവിൽ ഇവിടെ എത്തിയ പ്രമുഖൻ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കേസ് സംബന്ധമായ കാര്യങ്ങൾ ശുഭകരമായി അവസാനിക്കുമെന്നാണ് വിശ്വാസം. നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതിയായിരുന്ന ദിലീപ് ഈ ക്ഷേത്രത്തിൽ എത്തിയത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. തിരുവിതാംകൂറിലെ ജഡ്ജിയായിരുന്ന രാമവർമ്മപുരത്തുമഠം ഗോവിന്ദപിള്ളയാണ് ജഡ്ജി അമ്മാവൻ എന്നാണ് വിശ്വാസം. സ്വയം വധശിക്ഷയ്ക്ക് വിധിച്ച് ജീവൻ നഷ്ടമായ ആളാണ് ഗോവിന്ദപിള്ള. ധർമ്മരാജാവിന്റെ കാലത്ത് തിരുവിതാംകൂർ രാജ്യത്തെ കോടതി ജഡ്ജിയായിരുന്നു ഗോവിന്ദപിള്ള. നീതി പുലർത്തുന്ന കാര്യത്തിൽ കൃത്യത പുലർത്തിയിരുന്ന ഗോവിന്ദപിള്ള ഒരിക്കൽ തന്റെ സഹോദരിയുടെ മകനായ പത്മനാഭപിള്ളയെ തെറ്റിദ്ധാരണയുടെ പേരിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ഏറെ വൈകിയ സംഭവത്തിൽ പത്മനാഭപിള്ള നിരപരാധിയാണെന്ന് ഗോവിന്ദപിള്ള തിരിച്ചറിഞ്ഞു. അനന്തരവന് വധശിക്ഷ വിധിച്ച നടപടിയിൽ കുറ്റബോധം കൊണ്ട് ഗോവിന്ദപിള്ള തകർന്നു. നിരപരാധിക്ക് വധശിക്ഷ വിധിച്ചതിന് യുക്തമായ ശിക്ഷ ഏറ്റുവാങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. തനിക്ക് വധശിക്ഷ വിധിക്കാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു. എന്നാൽ രാജാവ് അതിന് തയ്യാറായില്ല. ജഡ്ജി സ്വയം വിധിച്ചാൽ നടപ്പാക്കാമെന്നായിരുന്നു രാജാവിന്റെ നിലപാട്. ഇതോടെ ഗോവിന്ദപിള്ള സ്വയം വധശിക്ഷ വിധിക്കുകയും അത് നടപ്പിലാക്കുകയുമായിരുന്നു. ഗോവിന്ദപിള്ളയുടെ ആത്മാവിനെ പിന്നീട് ചെറുവള്ളി ക്ഷേത്രത്തിൽ കുടിയിരുത്തിയെന്നാണ് വിശ്വാസം. ക്രിക്കറ്റ് താരം ശ്രീശാന്താണ് ഈ ക്ഷേത്രത്തിലെത്തി വഴിപാട് നടത്തിയ പ്രമുഖരിൽ മറ്റൊരാൾ. വാതുവെപ്പ് കോഴക്കേസ് വന്നപ്പോഴായിരുന്നു ശ്രീശാന്ത് ഇവിടെ എത്തിയത്. സോളാർ കേസിലെ പരാതിക്കാരിയായ സരിത എസ് നായരും മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. സോളാർ കേസിലെ കോടതി വ്യവഹാരങ്ങൾക്കിടെയായിരുന്നു സരിതയുടെ ക്ഷേത്ര സന്ദർശനം. ആർ ബാലകൃഷ്ണപിള്ള, പ്രയാർ ഗോപാലകൃഷ്ണനും ഇവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ചലച്ചിത്ര താരങ്ങളായ സിദ്ദിഖ്, ഭാമ, തമിഴ് നടൻ വിശാൽ തുടങ്ങിയവരും ഇവിടെ എത്തിയിരുന്നു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലെ കോടതി നടപടികൾക്കിടെയായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ ജഡ്ജി അമ്മാവന് മുന്നിലെത്തിയത്. AIADMK നേതാവും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയുമായ ജയലളിതയ്ക്ക് വേണ്ടി അനുയായികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ജയലളിതയുടെ തോഴിയും ഒരു ഘട്ടത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വരെയാകുകയും ചെയ്ത VK ശശികലയ്ക്ക് വേണ്ടിയും അനുയായികൾ ഇവിടെ എത്തി വഴിപാട് നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ K കരുണാകരൻ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർക്ക് വേണ്ടിയും അനുയായികൾ ഇവിടെ വഴിപാടുകൾ നടത്തിയിട്ടുണ്ട്.